ലൈഫിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. ചില അബദ്ധങ്ങളോ തെറ്റുകളോ പോരായ്മകളോ കൊണ്ടിട്ട് അത് ആകെ മാറി മറിഞ്ഞേക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം, ഞാൻ സ്ഥിരമായിട്ട് വരുന്ന ലുക്കും ഇന്ന് വന്നിട്ടുള്ള ലുക്കും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഞാൻ ഷേവ് ചെയ്ത് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം എനിക്ക് മൊത്തത്തിൽ എൻ്റെ ലുക്ക് ഒന്ന് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോരായ്മകൾ കാരണം നിങ്ങൾക്ക് മൊത്തത്തിൽ ആ പ്ലാൻ മാറ്റേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങളുടെ മോഡൽ എക്സാമുമായിട്ട് ബന്ധമുണ്ട്. ഇത്തവണ ഫെബ്രുവരിയിൽ മോഡൽ എക്സാം എഴുതാൻ പോകുന്ന SSLC +1 +2 എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ മാർച്ചിൽ നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും മികച്ച അവസരമാണ്. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ വെയിറ്റേജ് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും പബ്ലിക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാം കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് എഴുതിയാൽ പബ്ലിക് എക്സാം നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്ത പോലെ, ഇപ്പം എനിക്ക് പറ്റിയ പോലെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കോ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്നാലും അത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിലേക്ക് തിരുത്തിയിട്ട് ഉഷാറാക്കി മുന്നോട്ടേക്ക് എഴുതിയിട്ട് അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? മോഡൽ എക്സാമിന് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. മോഡൽ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് വെക്കുക, അതിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ച രീതി മനസ്സിലാക്കുക, ഏതൊക്കെ ചാപ്റ്ററിന് ഏതൊക്കെ മാർക്കിനെ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക. അതൊക്കെ വെച്ച് സെറ്റാക്കിയാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഈസിയാക്കാൻ പറ്റും. സോ എങ്ങനെയുണ്ട് മക്കൾ എൻ്റെ ന്യൂ ലുക്ക്?